സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വീട്ടിൽ എങ്ങനെയാണ് മാംഗോ ജാം ഉണ്ടാക്കിയതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിനാകെ മൂന്നേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഈ കാണുന്നത് പോലെ വലിയ 2 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മുറിച്ചെടുക്കാം. എങ്ങനെയായാലും നമുക്ക് മിക്സിയിലിട്ട് ഇത് അരച്ചെടുക്കണം. ഇതേപോലെ പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്കതൊരു കുഴപ്പമായിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതിനെ ചെറു തീയിൽ അടുപ്പിൽ വെച്ച് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് കൈയെടുക്കാതെ ഇളക്കണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ കരിയാതെ നോക്കുക. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് കട്ടയൊന്നും കെട്ടില്ല. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ തിളയ്ക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നമ്മൾ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് തിളച്ചിട്ട് കയ്യിൽ തെറിക്കുന്നത് പോലെ ഇത് കയ്യിൽ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടപ്പെടുത്തിട്ട് മൂടി വെച്ചിട്ട് ആണ് ഞാൻ ഇത് ഇളക്കി കൊടുത്തത്. അപ്പോൾ കയ്യിലൊന്നും തെറിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മൂടി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇളക്കുമ്പോൾ മൂടി തറയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കണം. അത് ഗ്ലാസിൻ്റെ ആണെങ്കിൽ പൊട്ടിപ്പോകുമല്ലോ, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ മാംഗോ ജാമൊക്കെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള സാധനമാണ്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നല്ല പൈസയാവും. അതേപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടുണ്ടാവും. ഇതങ്ങനെ ഒന്നും ഇല്ലാതെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്പൂണിന് 5 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മൂടി വെച്ച് ഞാൻ ഇളക്കി കൊടുത്തു എന്ന് മുന്നേ പറഞ്ഞില്ലേ, അത് ഇതേപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മളിത് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ടും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൽക്കണ്ടം വേണമെങ്കിലും പൊടിച്ചു ചേർക്കാവുന്നതാണ്. ഇനി ഫ്ലേവറിലൊരു വ്യത്യാസം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയിൽ വരുന്ന പട്ടയില്ലേ, സിനമൺ, അതൊരല്പം ഒരു ചെറിയ കഷ്ണം നമുക്ക് ചേർക്കാവുന്നതാണ്. അതും പൊടിച്ചു ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്നും ചേർക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകുന്ന ഒന്നല്ല, പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഇന്നത്തെ എൻ്റെ ഗോള് ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ ടേസ്റ്റി മാംഗോ ജാം ഉണ്ടാക്കാമെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാം എന്നുള്ളതായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് തിളയ്ക്കുമ്പോൾ കയ്യിലൊക്കെ തെറിക്കും എന്നുള്ളത് കൊണ്ട് തീ കൂട്ടിയും കുറച്ചും വെച്ച് വേണം നിങ്ങൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണൊന്നും തികച്ച് ചേർത്തിട്ടില്ല. ഇത് കുറച്ച് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തത്. ഞാൻ ഇത് ഈ സ്പൂണിൽ നിന്ന് ഒന്ന് വിട്ട് വരാൻ കുറച്ച് പാടുള്ള ആ ഒരു സ്റ്റേജ് വരെയാണ് ഇളക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആറിയതിന് ശേഷം കുറച്ചുകൂടി കട്ടിയാവും. എന്നിട്ട് ഞാനിത് വെള്ളം നനവില്ലാത്ത ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം നനവുള്ള സ്പൂണും ഇതിലിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല. ഈ ജാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് അല്പം കുറഞ്ഞാൽ എന്താ, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഫ്രഷ് ഫ്രൂട്ട്സ് ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ജാമിൽ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ അളവ് എന്തായാലും കുറവായിരിക്കും. അതുപോലെ തന്നെ അവർ പ്രിസർവേറ്റീവ്സ് എന്തായാലും ചേർത്തിരിക്കും. മാത്രവുമല്ല ചില കമ്പനികളുടെ ജാമിന് ഒരല്പം പുളിപ്പ് കൂടുതലായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണമെന്ന് മാത്രം. അങ്ങനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല അടിപൊളി ജാം നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബൈ.